ഹായ് ഫ്രണ്ട്സ്, പവിത്ര സീരിയൽ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ശ്രീകാര്യ ശ്രീനിവാസൻ വിക്രത്തിന്റെ വീട്ടിലെത്തുകയും കാര്യങ്ങളൊക്കെ സംസാരിച്ച് മടങ്ങുന്ന വഴി സുധാകരൻ മാഷ് വരികയാണ് കേട്ടോ. ഒന്ന് നിൽക്കണം, എന്ത് തോന്നിവാസം ചെയ്താലും അതിന് കൂടെ നിൽക്കാൻ നിങ്ങളുണ്ടെന്ന ഉറപ്പ് കൊടുക്കാതിരിക്കുകയാണ് വേണ്ടത് എന്നങ്ങ് പറഞ്ഞു തുടങ്ങുമ്പോഴേക്കും വിക്രം അമ്മയോട് പറയും, അമ്മേ ഒന്ന് നിർത്താൻ പറ. വിക്രം പറയട്ടെ, മാഷിന് അതിനുള്ള അധികാരവും അവകാശമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് മാഷെ പറഞ്ഞോളൂ എന്ന് പറയാട്ടോ ശ്രീകാര്യ ശ്രീനിവാസൻ. എന്നിട്ട് പറയും, എനിക്കറിയാം തലയ്ക്ക് മുകളിൽ വാളേന്തിയ ഭൂതകാലം, അതിനെ കുറിച്ചായിരിക്കും മാഷ് സംസാരിക്കുന്നത്. ഞാൻ നന്നാവാൻ ശ്രമിച്ചാലും എല്ലാവർക്കും അതേ ഓർമ്മ കാണൂ. ഒരിക്കൽ മാഷ് എന്നെ എതിർക്കുന്നവരുടെ കൂട്ടത്തിൽ ആവില്ല, മറിച്ചാവുമെന്ന് എനിക്കൊരു വിശ്വാസമുണ്ട്. അതങ്ങനെ സംഭവിക്കും മാഷെ എന്ന് പറഞ്ഞിട്ട് ശ്രീകാര്യ ശ്രീനിവാസൻ അവിടുന്ന് പോവാണ് കേട്ടോ. ശ്രീനിസാർ പോയതിനു ശേഷം വിക്രം വീട്ടിനുള്ളിലേക്ക് കയറി എല്ലാവരോടുമായിട്ട് പറയുന്നുണ്ട്, എല്ലാവരുടെയും കണ്ണിൽ ഞാൻ പണിയെടുക്കാത്തവനും പാഴായി പോയവനും ഒക്കെ ആയിരിക്കും. എന്നെ എന്റെ പാട്ടിന് വിട്ടൂടെ? എന്തിനാ എന്നെ തെരഞ്ഞ് വരുന്നവരെ വീട്ടിലിട്ട് ഇങ്ങനെ അപമാനിക്കുന്നത്? നിങ്ങളുടെയൊക്കെ കണ്ണിൽ ശ്രീനിസാർ വൃത്തികെട്ടവനൊക്കെ ആയിരിക്കും. പക്ഷെ പാർട്ടി ഓഫീസിൽ എത്ര സാധാരണക്കാർ സങ്കടം പറയാൻ വരുന്നുണ്ടെന്ന് നിങ്ങൾക്കറിയാവോ? അവർക്ക് അയാളിൽ പ്രതീക്ഷയുണ്ടെങ്കിൽ അയാൾ സ്വന്തം പ്രവൃത്തി കൊണ്ട് നേടിയെടുത്തത് തന്നെയാണത്. 15 വയസ്സിൽ താഴെയുള്ള കുട്ടികളെ മാത്രമേ മാഷുമാർ കണ്ടിട്ടുണ്ടാവും. അവരടിച്ചും ചെവിക്കുന്നുള്ളിയും ഒക്കെ ആയിരിക്കും അവരെ നന്നാക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചത്. പക്ഷെ മുതിർന്നവർ അങ്ങനെയല്ല എന്നങ്ങ് പറയുന്ന നേരത്ത് നമ്മുടെ മാഷിന് അങ്ങ് ദേഷ്യം വരിക കേട്ടോ. എന്നിട്ട് മേശയിൽ അടിച്ചിട്ട് എഴുന്നേൽക്കാണേ. അതേടാ, അവരെ ഞങ്ങൾ അങ്ങനെയൊക്കെ ചെയ്യും. ആ ചെയ്തതിന് ഗുണം ഉണ്ടായിട്ടുമുണ്ട്. അവരിൽ പലരും കലക്ടറും എഞ്ചിനീയർമാരും ഡോക്ടർമാരും ഒക്കെ ആയിരിക്കും. അങ്ങനെ എത്ര പേരുണ്ട് എന്ന് ചോദിക്കാട്ടോ വിക്രം. തത്തമ്മയെ പൂച്ച എന്ന് മനപ്പാഠം പഠിച്ച് മിടുക്കന്മാരായ 3-4 പിള്ളേരെ അല്ലാതെ ഏത് മാഷും ടീച്ചറോ മറ്റു കുട്ടികളെ ശ്രദ്ധിച്ചിട്ടുള്ളത്? ഒരു ക്ലാസ്സിലെ 40-50 പിള്ളേരിൽ നിന്ന് എത്ര പേർ ഡോക്ടറായിട്ടുണ്ടാവും? എത്ര പേർ എഞ്ചിനീയർ ആയിട്ടുണ്ടാവും? അച്ഛൻ പഠിപ്പിച്ച ഭൂരിപക്ഷം പിള്ളേരും ആവറേജിൽ താഴെയായിരുന്നു. ഒരു ചോദ്യത്തിനും ഉത്തരം കിട്ടാതെ ക്ലാസ്സിന് പുറത്ത് നിന്നിരുന്ന പാവങ്ങൾ ഉണ്ടല്ലോ, മാഷുമാരുടെ ഭാഷയിൽ ബാക്ക് ബെഞ്ചിൽ ഇരിക്കാൻ മാത്രം യോഗ്യതയുള്ളവർ. അവരെ നിങ്ങൾ മാഷുമാരും ടീച്ചർമാരും കൂടി പുസ്തകം കൊണ്ടും സിലബസ് കൊണ്ടും തകർത്തതാ അവരുടെ സ്വപ്നങ്ങൾ. ഡോക്ടർമാരും എഞ്ചിനീയർമാരും ആയി എന്ന് വാനോളം പുകഴ്ത്തുമ്പോൾ എങ്ങും എത്താതെ പോയ അനേകം പാവങ്ങളെ പഠിപ്പിച്ചതും ഞാൻ തന്നെയാണെന്ന് നിങ്ങൾ സമ്മതിക്കണം എന്ന് സുധാകരൻ മാഷ് മുഖത്തു നോക്കി മോൻ വിക്രം പറയാണ് കേട്ടോ.